എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ആദ്യമായി തന്നെ എല്ലാവർക്കും ലൈഫ് വിഷൻ ടോപ്പ് സൺഡേ ശ്രോതാക്കളുടെയും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. നമുക്കറിയാം, പലരും നീണ്ട വ്രതനാളുകൾക്ക് ശേഷം കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് ഈദ് ആഘോഷിക്കാമെന്നുള്ള മനസ്സുമായി ഉള്ള പലരും ഇന്ന് കുടുംബത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് യുദ്ധം നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ദുഃഖമുണ്ട്. വളരെ സമാധാനപരമായി ആഘോഷിക്കേണ്ട ഈ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്നും പലരും പല ഭാഗങ്ങളിലേക്കാണ്, പ്രധാനമായും ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അവർ ഒട്ടുമുക്കാൽ ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് തൻ്റെ കുടുംബത്തിനോടൊപ്പം ഇന്നത്തെ ദിവസം ആഘോഷിക്കണം. എന്നാൽ എല്ലാം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. അടുത്തൊരു വർഷത്തുള്ള ഈദെങ്കിലും സമാധാനത്തിൽ ആകണം, സമാധാനം ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദാശംസകൾ. ഇനി ഏതാണ്ട് 19 ദിവസം പിന്നിടുകയാണ്. നാം ഇതുവരെയായി ഒരു സമാധാന ശ്രമങ്ങളുമില്ല. ഓരോ ദിവസം എത്ര പേർ മരണപ്പെടുന്നു എന്ന വ്യക്തമായ കണക്ക് ആരിൽ നിന്നും കിട്ടാനും സാധിക്കുന്നില്ല. അത് യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചു, ശത്രുക്കൾ തോൽക്കുന്നു എന്ന തെറ്റായ പ്രഖ്യാപനങ്ങളിൽ കൂടി മാത്രമാണ് ഇപ്പോൾ ഇതിൽ ഏർപ്പെട്ട വ്യക്തികൾ, രാജ്യങ്ങൾ നമ്മെ ധരിപ്പിക്കുന്ന ഓരോ വിവരങ്ങളും. ഇത് ലോകത്തിന് വലിയ ഒരു ദാരിദ്ര്യം സമ്മാനിക്കുന്ന ഒന്നായിരിക്കും ഈ യുദ്ധം. ഇനി യുദ്ധം തീർന്നാൽ തന്നെയും ഈ നശിച്ചത് ഒക്കെ റീബിൽഡ് ചെയ്യണമെങ്കിൽ വർഷത്തിൻ്റെ കാത്തിരിപ്പുകൾ വേണം. അതിന് എത്ര വേഗം തീർന്നുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം അത്ര രീതിയിലുള്ള നാശങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യൻ വരുത്തി വച്ച ഓരോ കോലാഹലങ്ങളാണ്. കാരണം നാം ആരെ ഭരണത്തിലേറ്റിയാലും നാം തന്നെയാണ് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുന്നത്. അത് നമ്മെ ഏത് രീതിയിൽ ബാധിക്കും, നമുക്കത് സന്തോഷം പ്രദാനം ചെയ്യുന്നു അല്ലെ ദരിദ്രം പ്രദാനം ചെയ്യുന്നു, അതിന് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടത് നാം തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാരാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അവരുടേതായ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ അവരറിയുന്നവരെ മാത്രം സഹായിക്കാൻ വേണ്ടി ഏത് മോശം കാര്യങ്ങളും ചെയ്തു തീർക്കാൻ രാജ്യത്തിൻ്റെ പേരിൽ ഇവർ ശ്രമിക്കുമ്പോൾ തകർന്നു പോകുന്നത് സമാധാനവും സംതൃപ്തിയുമാണ്. ഇപ്പോൾ തന്നെ എന്തൊക്കെ നാശങ്ങളുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ചെറിയ രീതിയിലുള്ളൊരു യുദ്ധമാണെങ്കിലും ഇന്നിവിടെ അതിൻ്റെ ഫലങ്ങൾ നാം അനുഭവിച്ചു തുടങ്ങി. യുദ്ധം മിഡിൽ ഈസ്റ്റിലാണെങ്കിലും അതിൻ്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മളും കൂടിയാണ്. ഇപ്പോൾ തന്നെ ഇന്ധനക്ഷാമവും LPGയുടെ ക്ഷാമവും നമ്മളെ രൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ്. പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. ഇനി എപ്പോൾ ഇത് നേരെയായ രീതിയിലെത്തുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും യുദ്ധത്തിലേക്കുള്ള മത്സരങ്ങളാണ്. ഒരു രാജ്യക്കാരും അവർ പിൻവാങ്ങാനും അവർ സമാധാനത്തിനും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ജയിച്ചേ അവർ യുദ്ധം നിർത്തൂ എന്ന തീരുമാനത്തിലാണ്. എങ്കിൽ തന്നെ ഇവിടെ ആര് ജയിക്കും ആര് തോൽക്കും ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ ഒരു കാര്യം ഇതിൽപ്പെട്ടിരിക്കുന്നത്, ഇറാനായിരുന്നാലും ഇസ്രയേലായിരുന്നാലും അമേരിക്ക ആയിരുന്നാലും അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിൻവാങ്ങാൻ സാധിക്കാത്തൊരു അവസ്ഥയിൽ എത്തിപ്പെട്ടു കഴിയും. ഇനി നമുക്കിതിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല.
പ്രധാനമായി ഇന്ത്യൻസിനോട്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, നാം വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ ചിലവുകൾ ചുരുക്കണം. നാളെ എന്താ സംഭവിക്കുന്നു, എന്ത് സംഭവിച്ചുകൂടായിക എന്നും ആർക്കും ഒന്നും തീർത്തു പറയാൻ സാധിക്കില്ല. രാഷ്ട്രീയക്കാരുടെ വീണുവാക്കുകളും വീമ്പടിക്കലും കൊണ്ട് മാത്രം നമ്മുടെ ദരിദ്രം മാറ്റാൻ പറ്റത്തില്ല. സോ പൊതുജനങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, കഴിയുന്നതും മാക്സിമം നിങ്ങളുടെ ചിലവുകൾ ചുരുക്കുക, അനാവശ്യമായ ചിലവുകൾ ഇല്ലാതാക്കുക. ഉള്ളത് എന്ത് തന്നെയായിരുന്നാലും, അത് നിങ്ങളുടെ സേവിങ്സ് ആയിരുന്നാലും നിങ്ങൾക്ക് എന്ത് തന്നെയായിരുന്നാലും അത് റിസർവായി കാണുക. നാളെ ഈ ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് സമാധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഈ സമാധാനം എത്ര തന്നെ എവിടെ വരെ എത്തുമെന്ന് അറിയാൻ പറ്റിയില്ല. ഇപ്പോൾ ചൈനയും റഷ്യയും നോർത്ത് കൊറിയയും ഒക്കെ ഒരു ഭാഗത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഊഹിക്കപ്പെടുന്നു. ശരിയാണോ തെറ്റാണോ അറിയില്ല. എന്നാൽ യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങൾ, ഏതാണ്ട് 90% രാജ്യങ്ങളും ഈ യുദ്ധത്തിനെതിരാണ്. ഈ യുദ്ധത്തിൽ അവർ പങ്കുചേരാൻ അമേരിക്ക ആവശ്യപ്പെടുന്നെങ്കിലും അവർ ഇതുവരെയും സമ്മതമുള്ളിൽ അവർ ചേരില്ല. അത് നല്ലതാണ്, നല്ലൊരു കാര്യമാണ്. അവരെ ഏതാണ് ഈ യുദ്ധക്കൊതിയന്മാരെ ഒറ്റപ്പെടുത്തേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ യുദ്ധത്തിന് ഒരു അവസാനമുണ്ടാകൂ. ഇനി ഇങ്ങനൊരു യുദ്ധത്തിൽ ഒരു രാജ്യവും ഏർപ്പെടാനും സാധിക്കരുത്. അതിനൊരു ഒരു ഒരു വാണിംഗ് ആയിരിക്കണം നാം കൊടുക്കേണ്ടത്. ഇപ്പോൾ എന്തായിരുന്നാലും സന്തോഷമുള്ളൊരു കാര്യം, ജർമ്മനിയും UK-യും സ്പെയിനും പോളണ്ടും ഒക്കെ ഇവർ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരല്ല. അവർ ഓരോ ദിവസങ്ങൾ ചെയ്യുന്നവർ ആ യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന കാരണം, യുദ്ധത്തിൻ്റെ വ്യാപ്തി എത്ര കണ്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന കാരണം അവർ ഒരിക്കലും യുദ്ധത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കില്ല. എന്നാൽ ഈ യുദ്ധക്കൊതിയന്മാരായ ചില നേതാക്കന്മാരുണ്ട്. അത് അവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇവർ മൂലം ലോകത്തിന് വലിയ നാശങ്ങൾ സംഭവിക്കും. അത് ഉണ്ടാകാതിരിക്കട്ടെ. ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇലക്ഷൻ ട്രെൻഡാണ്. ഈ ലോകത്ത് നടക്കുന്നതൊന്നും ഇവർ മുന്നോട്ട് വയ്ക്കില്ല. ഈ അധികാരത്തിൽ തൂങ്ങിക്കിടക്കാൻ വേണ്ടി വീണ്ടും പല ഗിമിക്സും കാട്ടി മനുഷ്യനെ വിഡ്ഢികളാക്കാൻ വിഡ്ഢിവേഷം കെട്ടി വരുന്നവരെ ഒന്ന് തിരിച്ചറിയുക. ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുന്ന വോട്ട് അർഹിക്കുന്നവരിലേക്ക് എത്തിക്കുക. ഇനിയും ഇവിടുത്തെ ക്രമസമാധാനം ഏത് നിലയിലാണെന്നറിയാം. ഇപ്പോൾ സമാധാനം പാലിക്കേണ്ട പോലീസുകാർക്ക് വരെ പുറത്തിറങ്ങി അവരുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ അവർ വരെ മർദ്ദനം ഏറ്റുവാങ്ങിയാണ്. കാരണം മർദ്ദിക്കുന്നത് ഏതെങ്കിലും പാർട്ടിക്കാരാണെങ്കിൽ ആ പാർട്ടിയുടെ പിൻബലത്തിൽ അവൻ എന്ത് വേണമെങ്കിലും തോന്നിയാസത്തിൽ കാണിക്കാം. പാപം പോലീസുകാർക്ക് വരെ അവരുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യം, അതായത് മൊത്തം തകർന്നടിക്കും. അത് അധികാരികൾ തന്നെ നുണപ്രചരണങ്ങൾ നടത്തി അവർക്ക് തല്ലി കിട്ടിയെന്ന് നാടകങ്ങൾ കാണിക്കുന്ന ഈ ഒരു അവസ്ഥ ഇനിയെങ്കിലും ഈ കേരളത്തിൽ ഉണ്ടാകാതിരിക്കണം. ഈ നാടകം കളിക്കുന്ന സ്ത്രീകളെ കൊണ്ടിട്ടുള്ള ഈ വേഷം കെട്ടൽ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഇനിയും അതിന് ഒരു അവസാനം കൊടുത്തില്ലെങ്കിൽ നാം തകർന്ന് തരിപ്പണമാകും. ഒരു വശത്ത് യുദ്ധക്കെടുതികൾ അനുഭവിക്കും, ഇവിടെ ഈ സ്ത്രീകളുടെ ഈ നാടകം കാണിച്ച് ഈ അരാജകത്വം വർദ്ധിപ്പിക്കാനും അധികാരത്തിൽ തൂങ്ങിക്കിടക്കാനും കാണിക്കുന്ന ഈ വ്യാഗ്രതയെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കണം. അത് നിങ്ങളുടെ വോട്ടിൽ കൂടി മാത്രമേ തോൽപ്പിക്കാൻ സാധിക്കൂ. സമാധാനമായി ഒരു രാജ്യം, സമാധാനമായ ഒരു അന്തരീക്ഷം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കൂ. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഇനിയെങ്കിലും നാം നാളെയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യണം. യുദ്ധക്കെടുതികൾ എന്തൊക്കെയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അവരെ ബോധവൽക്കരിക്കണം. അതിനുശേഷം മതി രാഷ്ട്രീയത്തിലും മറ്റൊരിക്കലുള്ള ഇടപെടലുകൾ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. യുദ്ധം എത്രയും പെട്ടെന്ന് തീരട്ടെ.
തീർന്നു കിട്ടാൻ വേണ്ടി നമുക്ക് കൂട്ടായി ഈശ്വരനോട് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോ.